പിണറായി തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ UDF-ന്റെ പിണറായി തന്നെ വരണമെന്നുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്നാമത് അനക്കറിയാലോ വെച്ചാല് ദേശീയപാത വികസനത്തിന്റെ കാര്യമായിട്ട് വെച്ചാൽ എന്റെ വീട് തലശ്ശേരിയാണ്. അപ്പൊ 2 മണിക്കൂറിലാണ് എനിക്ക് 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത വീട്ടില് അധികം നിൽക്കാൻ ഇപ്പൊ തന്നെ വെറും 3/4 മണിക്കൂറോട് എനിക്ക് വീട്ടിലെത്താൻ കഴിയുന്നുണ്ട്. അത് കാര്യമായിട്ടുള്ള ഭയങ്കര. അതുപോലെ തന്നെ വീട് തൊഴിലാളികളെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെൻഷനായിട്ടുള്ള പറയാനുണ്ട്. അതുപോലെ ഇത് നമുക്കിപ്പോ പിന്നെ 4 ദിവസം പണിയുള്ള സമയത്ത് ഒരു പൂരക വേതനം എന്നുള്ള ഒരു പൈസ കിട്ടിയിട്ടുണ്ട്. പിണറായിനോട് മാത്രം കിട്ടിയതാണ്. പിണറായി വന്നാൽ എനിക്ക് നമുക്കത് കിട്ടും. അതുകൊണ്ട് എന്തായാലും പിണറായി തന്നെ വരണം. അപ്പൊ പെൻഷൻ UDF വന്നു കഴിഞ്ഞാൽ 3000 രൂപയായി കൊടുക്കാന്ന് പറയുന്നുണ്ട്. അത് വെറും പറച്ചിൽ മാത്രമേ ഉണ്ടാവും. അതേസമയം പിണറായി വന്നിട്ടുണ്ടെങ്കിൽ 3000 തന്നെ വന്നിരിക്കും. അത് ഉറപ്പാണ്. അപ്പൊ അവര് കുടിശ്ശിക വെച്ച കാര്യമൊക്കെ അവര് മറന്നുപോയി പറയുന്നു. അത് 18 മാസം അവര് മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ 3000 എന്നുള്ളത് ഒരു തട്ടിപ്പാന്ന് തട്ടിപ്പാതില്ലേ പറയാനില്ല. എന്തുകൊണ്ടങ്ങനെ? വയനാടെല്ലാം പിന്നെ ഇപ്പൊ 178 വീടായി വെച്ചിട്ട് പിന്നെ അവരെന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാരെയും സംരക്ഷിക്കും. ഉറപ്പാണ് അവരെ സംരക്ഷിക്കും. അവർക്ക് വീടെടുക്കും എന്നുള്ള കാര്യത്തിൽ പിണറായി തന്നെ വരികയാണെങ്കിൽ ഉറപ്പാണ്. അതുപോലെ കോൺഗ്രസ് അവരും വീടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പറയാന്നല്ലാണ്ട് ബാക്കി ഇതുവരെ എവിടെയും പാലിച്ചിട്ടൊന്നുമില്ല. വീടെടുക്കും എന്നുള്ള ഉറപ്പൊന്നും പ്രതീക്ഷയില്ല.